everyone, welcome back to another video. അപ്പോൾ ഇന്നത്തെ വീഡിയോ സംതിങ് സ്പെഷ്യൽ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആണ്. എസ്പെഷ്യലി UK അല്ലെങ്കിൽ ന്യൂസിലാൻഡിലോട്ടൊക്കെ പോകാൻ നിൽക്കുന്ന നഴ്സുമാർക്ക് ഉപയോഗപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ബിക്കോസ് എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് എന്നോട് ചോദിച്ച ഒരു സംശയമാണ്. ഞാൻ റീസെൻ്റ്ലി ആണ് UK ഇങ്ങോട്ട് മൂവ് ചെയ്തത്. UK 1 year വർക്ക് ചെയ്തിട്ടുള്ളൂ. ബട്ട് സ്റ്റിൽ UK ആണോ ന്യൂസിലാൻഡ് ആണോ ബെറ്റർ എന്ന് കുറച്ച് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം രണ്ട് കൺട്രിക്കും അതിൻ്റേതായ അഡ്വാൻറ്റേജസും ഉണ്ട്, അതിൻ്റേതായ പ്രശ്നങ്ങളുമുണ്ട്. സോ അതെല്ലാം നമ്മൾ ചൂസ് ചെയ്തിട്ട് ഒരു പർട്ടിക്കുലർ കൺട്രി നിൽക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാം ശരിയായിട്ടൊരു കൺട്രി നിൽക്കാൻ പറ്റത്തില്ല. സോ എങ്കിലും എനിക്ക് ഫീൽ ചെയ്ത എൻ്റെതായ കുറച്ച് ഒപ്പീനിയൻസ് ഞാൻ ഈ വീഡിയോ പറയാം. അപ്പം ഇത് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആകും എന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം മറ്റുള്ള ഇങ്ങനെ വരാൻ നിൽക്കുന്ന നഴ്സുമാരോ ഏത് വർക്ക് വീസക്കാരാണെങ്കിലും അവർക്കിത് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് അവർ വരാൻ പോകുന്ന കൺട്രിയെക്കുറിച്ച് ഒരാളുടെ ഒപ്പീനിയൻ അറിയുന്നത് ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ. സോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, സോ എന്തെങ്കിലും ഇത് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കമൻറ്റ്സ് ഉണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്തിരുന്നാൽ മതിയാവും. ഞാൻ അത് റിലേറ്റ് ചെയ്ത് വേറെ വീഡിയോ അപ്ലോഡ് ചെയ്യാം. ഓക്കെ, സോ പാർട്ട് 1 ഞാൻ കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. പാർട്ട് 2 ഇതിന് ഫോളോ ചെയ്ത് വരുന്നതായിരിക്കും. അതിലും കുറച്ച് കാര്യങ്ങൾ ഞാൻ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പാർട്ട് 1 ഫസ്റ്റ് പോയിന്റ് നമ്മൾ പറയുന്നത്, ഞാനൊരു നേഴ്സാണ്. UK നേഴ്സായിട്ടാണ് വർക്ക് ചെയ്തത്. ന്യൂസിലാൻഡിലേക്ക് വന്നതും നേഴ്സായിട്ട് എന്നാണ്. അതിൻ്റെ പ്രോസസ്സൊക്കെ ഞാൻ ജസ്റ്റ് ബ്രീഫായിട്ട് പറയാം. കാരണം ഇഷ്ടംപോലെ വീഡിയോസ് അവൈലബിൾ ആണ്, എങ്ങനെയാണ് പ്രോസസ്സ്, എങ്ങനെയാണ് എന്തൊക്കെ എന്നുള്ള കാര്യങ്ങൾ. സോ നേഴ്സിൻ്റെ ഒരു വിസ സ്റ്റാറ്റസ് വെച്ച് നോക്കുകയാണെങ്കിൽ UK വിസ വളരെ ഈസിയാണ്. ന്യൂസിലാൻഡിലേക്ക് കുറച്ച് പാടാണ്. UK എന്ന് പറഞ്ഞാൽ നമ്മൾ ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകുക, അതിനുശേഷം CBT എക്സാം എഴുതുക, അവരുടെ റിക്വയർമെൻ്റ് എല്ലാം മീറ്റ് ചെയ്യുക. അവർ വിസ സ്പോൺസർ ചെയ്യുമ്പോൾ നമ്മൾ ആ കൺട്രിയിലേക്ക് ചെല്ലുന്നു. അവർ പറയുന്ന ആ ഒരു ട്രെയിനിങ് ആയിട്ടുള്ള യൂണിവേഴ്സിറ്റിയിൽ നമ്മൾ OSCE എക്സാം എഴുതുന്നു. സോ നിങ്ങൾ Band 5 രജിസ്റ്റേർഡ് നേഴ്സായിട്ട് വർക്ക് ചെയ്യുന്നു. ഓക്കെ, അതാണ് ഒരു പാർട്ട്. സോ ന്യൂസിലാൻഡിലേക്ക് വരികയാണെങ്കിൽ ഇന്ത്യയിൽ നിന്ന് വരുന്നവർ ഈ ഒരു കറൻറ്റ് മൊമെൻറ്റ് വരെ ഐ തിങ്ക് നമ്മൾ ക്യാപ് കോഴ്സ് ചെയ്തിട്ടാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത്. പക്ഷേ ലേറ്റർ നമ്മളിപ്പോൾ ഒരു ക്യാപ്പിൽ നിന്ന് OSCEയിലോട്ട് മാറ്റാമെന്നൊരു ഇൻഫർമേഷൻ ഉണ്ട്. ബട്ട് അത് ആക്ടിവേറ്റ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വളരെ അറിവില്ല കേട്ടോ. അപ്പം ക്യാപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ ആദ്യം ലാംഗ്വേജ് ടെസ്റ്റ് പാസ്സാകുക, അതിനുശേഷം നമ്മൾ ഒരു കോളേജ് കണ്ടുപിടിച്ച് അഡ്മിഷൻ എടുക്കുക. അതൊരു 2 months അല്ലെങ്കിൽ 2 weeks 4 weeks ഡിപ്പെൻസ് ഓൺ കോളേജിൻ്റെ ഒരു അവൈലബിലിറ്റി. അവർ ട്രെയിനിങ് തരും. പിന്നെ എക്സാം ഒരു ക്യാപ് പ്രോഗ്രാമാണ് അത്. ആ പ്രോഗ്രാം ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ, അതായത് ഇതൊരു വിസിറ്റ് വിസയിൽ വന്നിട്ടാണ് ഈ പ്രോഗ്രാം ചെയ്യുന്നത്. അതിനുശേഷം ജോലി ലഭിക്കുകയാണെങ്കിൽ നമുക്ക് വർക്ക് വിസയിലോട്ട് മാറാവുന്നതാണ്. അങ്ങനെയാണ് ഡയറക്റ്റ് ഇന്ത്യയിൽ നിന്ന് വരികയാണെങ്കിൽ. പക്ഷേ എന്നെ സംബന്ധിച്ച് ഞാൻ UK വന്നുകൊണ്ട് ഇപ്പോൾ CGFNS എന്നൊരു പ്രോസസ്സുണ്ട്. ആ CGFNS എന്നുള്ളൊരു പ്രോസസ്സ് ചെയ്തിട്ടാണ് നമ്മൾ ന്യൂസിലാൻഡിലോട്ട് വരുന്നത്. പിന്നെ ന്യൂസിലാൻഡ് രജിസ്ട്രേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടുന്ന് ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്യുന്നവരും ഉണ്ട്. അതാണ് ഒരു ക്രൈറ്റീരിയ എന്ന് പറയുന്നത്. CGFNS എന്ന് പറയുന്ന ഒരു അമേരിക്കൻ അതറൈസ്ഡ് ആയിട്ടുള്ള ഒരു ഏജൻസിയാണ്. അപ്പോൾ അവരാണ് ഇങ്ങനെയുള്ള പ്രോസസ്സ്, ന്യൂസിലാൻഡ് പ്രോസസ്സൊക്കെ ചെയ്യുന്നത്. ഓൾറൈറ്റ്, സോ അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ജോബ് നഴ്സ് വിസ രീതിയിൽ വരുന്നത്. എനിക്കൊന്ന് വർക്ക് വിസ കണ്ടീഷനുകളും ഏകദേശം അങ്ങനെയായിരിക്കും. പക്ഷേ പിന്നെ ബെനഫിറ്റ്, നമ്മുടെ റെസിഡൻസി അങ്ങനെയുള്ള ബെനിഫിറ്റുകൾ പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിൽ ഹെൽത്ത് കെയർ വർക്കേഴ്സ്, അതർവൈസ് നേഴ്സ്, ഡോക്ടേഴ്സ് അങ്ങനെയുള്ളവർക്ക് സ്ട്രെയിറ്റ് ടു റെസിഡൻസി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമ്മൾ കുറച്ച് ക്രൈറ്റീരിയസ് മീറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഒരു ലിസ്റ്റ് ഓഫ് ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് സ്ട്രെയിറ്റ് ടു റെസിഡൻസി ഓപ്ഷൻ ഉള്ളത് കൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് വർക്ക് വിസയ്ക്ക് പകരം റെസിഡൻസിക്ക് അപ്ലൈ ചെയ്യാം. റെസിഡൻസി നിങ്ങൾ ആ റിക്വയർമെൻറ്റ്സ് മീറ്റ് ചെയ്യുകയാണെങ്കിൽ റെസിഡൻസി കിട്ടും. അതിനുശേഷം 2 year കഴിയുമ്പോൾ പെർമനൻറ്റ് റെസിഡൻസി ആവും. അതിനുശേഷം നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ UK ഐ ബിലീവ് 5 years ആയിരുന്നു ഞാൻ നിന്ന സമയത്ത്. ഇപ്പോൾ ഒരു 8 years ഒക്കെയാണ് റെസിഡൻസിക്ക് PR എന്നൊക്കെ പറയുന്നത് കേട്ടോ. പക്ഷേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻസ് എനിക്ക് അറിയത്തില്ല. സോ അങ്ങനെ ഒരു പ്രോസസ്സ് നോക്കുകയാണെങ്കിൽ ന്യൂസിലാൻഡ് വളരെ ഫാസ്റ്റായിട്ട് ആ പ്രോസസ്സ് ചെയ്തു തരുന്നതായിരിക്കും. പിന്നെ UK വിസ ഫീ ഒക്കെ വളരെ ചീപ്പാണ്. ഇങ്ങോട്ടേക്കുള്ള ഒരു പ്രോഗ്രാമിൻ്റെ കോസ്റ്റും എല്ലാം കൺസിഡർ ചെയ്യുമ്പം UK നമുക്ക് വളരെ ലെസ് എക്സ്പെൻസീവായിട്ട് ചെന്നെത്താവുന്ന ഒരു കൺട്രിയാണ്. അങ്ങനെ ഒരു പോയിൻ്റാണ് എനിക്ക് ഫസ്റ്റ് പറയാനുള്ളത്. 2, ജോബ് അവൈലബിലിറ്റി. സോ ആസ് എ രജിസ്റ്റേർഡ് നേഴ്സ് നമുക്ക് വളരെയധികം ചാൻസ് കൂടുതലാണ് UK ആക്ച്വലി ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ ന്യൂസിലാൻഡിലേക്കുള്ള ഒരു ചെറിയ കൺട്രിയാണ്. അതായത് ഇങ്ങനെയൊരു ഇതിൻ്റെ ഡയമീറ്റർ ഒക്കെ വെച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ പോപ്പുലേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ എത്രയോ ഇരട്ടിയാണ് UK എന്ന് പറയുന്നത്. സോ അവിടെ ഇഷ്ടംപോലെ NHS ട്രസ്റ്റുകളുണ്ട്, കെയർ ഹോമുകളുണ്ട്, ജോബ് അവൈലബിലിറ്റി, പൊസിഷൻസ്, അതിനെല്ലാം ഉള്ളൊരു സാധ്യത വളരെ കൂടുതലാണ്. നമുക്കിവിടെ ഒരു കരിയർ ഡെവലപ്മെൻറ്റ് വളരെ ഫാസ്റ്റ് ആയിരിക്കും. പക്ഷേ ന്യൂസിലാൻഡ് നോക്കുകയാണെങ്കിൽ ഇവിടെ DHP ആണ് ഉള്ളത്. അതായത് ഇവിടുത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് DHP എന്ന് പറഞ്ഞാൽ, അവിടുത്തെ NHS പോലെ. പിന്നെ ഉള്ള ഒരു ഓപ്ഷൻ കെയർ ഹോമുകളാണ്. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റലും ഉണ്ട്, അത് റെയറാണ്.
സോ എങ്കിൽ പോലും ഈ DHP എന്ന് പറയുന്നത് ഈ ബിഗ് സ്ഥലങ്ങളിലും ചെറിയ ചെറിയ സ്ഥലങ്ങളിലൊക്കെ ഒരെണ്ണം വെച്ചോ, അല്ലെങ്കിൽ ഓക്ലൻഡിൽ ഒരു 3-4 അതിൽ പ്ലസ് ഉണ്ടാകും. ക്രൈസ്റ്റ് ചർച്ച് എന്ന് പറയുന്ന മെയിൻ പ്ലേസ് ആണ്, അവിടെ ഒരു 3+ ഉണ്ടാകും. പക്ഷെ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു സൗത്ത് ഐലൻഡിലെ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലാണ്, നെൽസൺ എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പം ഇവിടെ ആകെ ഒരു DHP ഉള്ളൂ. അപ്പം അവിടെ ഇപ്പം അവിടുത്തെ റിക്വയർമെൻറ്റിനുള്ള ആൾക്കാർക്ക് അവിടെ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം റിമൈനിങ് ആയിട്ടുള്ളവർക്കുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് കെയർ ഹോമാണ്. അപ്പം ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലൊരു ഫ്ലൈറ്റ് പോകുന്ന ശബ്ദം ഉണ്ടാകും, ഫോർ ഗിവ് മീ. ഓക്കെ, അങ്ങനെയാണ് നമ്മുടെ ജോബ് അവൈലബിലിറ്റി എന്ന് പറയുന്നത്. സോ പിന്നെ UK NHS അല്ലെങ്കിൽ ഐ തിങ്ക് കെയർ ഹോമിലാണെങ്കിൽ 12 hours ഷിഫ്റ്റുകളാണ് പ്രിഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതാണ് മാക്സിമം ഉള്ളത്. പക്ഷേ ഇവിടുത്തെ ഹെൽത്ത് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ സ്റ്റാഫിൻ്റെ എല്ലാം കൺസിഡറേഷൻ വെച്ച് 8 hours ആണ് നമ്മുടെ ഷിഫ്റ്റ്. സോ നമ്മൾ മിനിമം 5 days ഒക്കെ വർക്ക് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ 4 days നമുക്ക് ചൂസ് ചെയ്യാൻ തോന്നുന്നു DHPയിലൊക്കെ ഉള്ള ആ കോൺട്രാക്റ്റ്. പക്ഷേ അവിടെയാണെങ്കിൽ നമുക്ക് മിനിമം 37.5 hours ഇൻ എ വീക്ക് ആയിരുന്നു. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഡേ ഒക്കെ വരും, അതൊക്കെ ഉള്ളൂ. പിന്നെ അവിടെയാണെങ്കിൽ നമുക്ക് എക്സ്ട്രാ ബാങ്ക് ഷിഫ്റ്റ് ഒക്കെ ചെയ്യാൻ പറ്റും. ഇവിടുത്തെ അതിനെക്കുറിച്ച് എനിക്ക് വലിയ അറിവില്ല ഇങ്ങനെ DHPയിൽ. ഞാനിപ്പോൾ ഒരു കെയർ ഹോം ഹോസ്പിറ്റൽ ലെവൽ കെയറിലുള്ള നഴ്സായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് പക്ഷേ ഇവിടെ അവർലി പേ ആണ്, അവിടെയും അവർലി പേ തന്നെയാണ്. പക്ഷേ UK കമ്പയർ ചെയ്യുമ്പോൾ പേയ്മെൻറ്റ് റേറ്റ്, ബേസിക്സ് പേയ്മെൻറ്റ് ഇവിടെ കൂടുതലാണ്. അവിടെ 13 pound എങ്ങാണ്ടാണെന്ന് തോന്നുന്നു, 13+ pound. പക്ഷേ ഇവിടെ ബേസിക് സാലറി ഫോർ നോർമൽ ജോബ് എന്ന് പറഞ്ഞാൽ 23 അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ആക്കിയിരിക്കുന്നത്. സോ നേഴ്സിന് അത്യാവശ്യം ഡോളർ എന്ന് പറയുമ്പം അതിൻ്റെ നേരെ ഹാഫാണ് പൗണ്ട്. അപ്പം അതിന് നഴ്സുമാർക്ക് അത്യാവശ്യം നല്ല സാലറി ഇവിടെ ഓഫർ ചെയ്യുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും നമുക്ക് കിട്ടുന്ന ഈ ഏർണിങ്സിന് UK ന്യൂസിലാൻഡിലാണെങ്കിലും ടാക്സ് മെയിനാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു സ്കെയിൽ അനുസരിച്ച് ടാക്സ് ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കും ഇവിടെ. ന്യൂസിലാൻഡ് എന്ന് പറയുമ്പം മെയിൻ ജോബിന് ഇപ്പം നഴ്സുമാർക്ക് ഇത്ര ഏൺ ചെയ്യുവാണെങ്കിൽ ഇതാണ് സ്കെയിൽ, ഇത്ര എമൗണ്ട് നമ്മുടെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ എക്സ്ട്രാ അവർ എടുത്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പിന്നെ എന്താ നമ്മുടെ ഈ വാർഷിക ഇയറൊക്കെ വരത്തില്ല, അങ്ങനെ വരുമ്പോൾ അവർ റീഫണ്ട് ചെയ്യും എന്നാണ് പറയുന്നത്. UK എനിക്ക് തോന്നുന്നു 20% അങ്ങനെ എങ്ങാണ്ടാണ് സാലറിയുടെ ടാക്സ് പോകുന്നത് മന്ത്ലി. ഇവിടെ ഫോർട്ട്നൈറ്റ്ലി ആണ് സാലറി കിട്ടുന്നത്. എനിക്ക് തോന്നുന്നു മന്ത്ലി ചൂസ് ചെയ്യാമോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വലിയ ഐഡിയ ഇല്ല. ഓൾറൈറ്റ്, അതാണ് ജോബ് അവൈലബിലിറ്റിയും സാലറി എന്ന് പറയുന്നത്. രണ്ടാമത് അഡ്വാൻസ്മെൻറ്റും ആ ഒരു ടെക്നോളജിക്കൽ ഇമ്പാക്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ എല്ലാം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അറബിക് കൺട്രികളിലാണ് ഏറ്റവും കൂടുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എല്ലാവിധ മെഷീൻസും എല്ലാ എക്യുപ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഹോസ്പിറ്റലുകളുള്ളതെന്ന് പറയുന്നത് ദുബായ്, UAE, ഖത്തർ, ബഹ്റൈൻ അങ്ങനെയുള്ള എല്ലാ കൺട്രികളാണ്. അതിനോടടുത്ത് തന്നെ UK എത്തി നിൽക്കുന്നുണ്ട്. അഡ്വാൻസ്ഡ് ടെക്നോളജീസ് നമ്മുടെ മെഡിക്കൽ ഫീൽഡിലുണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് സ്റ്റിൽ ഒരു 3-4 ഇയർ ബാക്കിലോട്ടാണ് ഇപ്പോൾ സ്റ്റിൽ വന്നുകൊണ്ടിരിക്കുന്നു, അഡ്വാൻസ്മെൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നു. സ്റ്റിൽ നമ്മൾ പിറകിലാണെന്നാണ് പറയാൻ പറ്റുക. ഹോണസ്റ്റ്ലി പറയുകയാണെങ്കിൽ പേപ്പർ വർക്ക്സ് ഒക്കെ ഇവിടെ കൂടുതലാണ്. മോസ്റ്റ്ലി UK സിസ്റ്റം വർക്കാണ്. പക്ഷേ ഇവിടെ നമ്മൾ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസ് ഒക്കെ ചെയ്യേണ്ടി വരും. സ്റ്റിൽ ഹോസ്പിറ്റലുകൾ റൺ ചെയ്യുന്നത് പേപ്പർ വർക്ക്സിലുള്ള ഹോസ്പിറ്റലുകളുണ്ട്. സോ അങ്ങനെ ഒരു മാറ്റർ UK ന്യൂസിലാൻഡും ഒരു അഡ്വാൻസ് ടെക്നോളജി വെച്ച് നോക്കുകയാണെങ്കിൽ പറയാൻ പറ്റും. പിന്നെ ഈ CAP കോഴ്സ് എന്ന് പറഞ്ഞല്ലോ, CAP കോഴ്സ് എന്ന് പറയുന്നത് ഇവർ മാറ്റി കോമ്പറ്റീറ്റീവ് അസസ്മെൻറ്റ് പ്രോഗ്രാം എന്നാണ് അതിൻ്റെ ഒരു ഫുൾ ഫോം എന്ന് പറയുന്നത്, OSCE മാറ്റുകയാണ്. അപ്പോൾ UK OSCE എക്സാം എന്ന് പറഞ്ഞാൽ കമ്പയർഡ് ടു ബിഫോർ, അതായത് കുറേ വർഷങ്ങൾക്ക് മുന്നേ വന്ന ചേച്ചിമാരൊക്കെ പറഞ്ഞു കുറച്ച് എളുപ്പമാണെന്ന് പറഞ്ഞു. പക്ഷേ ഇപ്പോൾ അത് വളരെ ടഫായിട്ടിരിക്കുകയാണ്. ഞാൻ 2022 അവിടെ വർക്ക് ചെയ്യാൻ പോയത്. അപ്പം അങ്ങനെ നോക്കുമ്പം അവിടെ കുറച്ച് ടഫാണ് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിലെ OSCE എക്സാം എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള രീതിയിലാണ് അവർ അറേഞ്ച് ചെയ്യുന്നത് OSCE എക്സാം. ലൈക്ക് ക്യാമറാസ് ഒക്കെ ഫിറ്റ് ചെയ്തു, ഒരു എക്സാമിനർ ഉണ്ടാവും. പിന്നെ നമ്മുടെ ലക്ക് പോലെ ഇരിക്കും, നമ്മുടെ ആ ഒരു ടൈം വിത്തിൻ എത്ര മിനിറ്റ് ആണോ സെറ്റ് ചെയ്തിരിക്കുന്നത് അതിൽ നമ്മൾ എങ്ങനെ പെർഫോം ചെയ്യുന്നു, എറേഴ്സ് എത്ര വരുന്നു, അതെല്ലാം ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ പാസ്സാവുന്നത് OSCE എക്സാം. പിന്നെ കുറച്ച് റിലാക്സ്ഡ് ആയിട്ട് എക്സാം നടത്തുന്ന സെൻറ്റേഴ്സും ഉണ്ട്. പക്ഷേ ന്യൂസിലാൻഡ് വരുവാണെങ്കിൽ CAP പ്രോഗ്രാം കുറച്ചുകൂടി ഈസിയാണ്. ജസ്റ്റ് കുറച്ച് നമുക്ക് ബിറ്റ്വീൻ മീൻസ് ഗ്രൂപ്പായിട്ടുള്ള ഒരു ഡിസ്കഷൻസോ ഗ്രൂപ്പ് പ്രോഗ്രാംസോ അങ്ങനെയൊക്കെയാണ് എളുപ്പം എന്നാണ് ഞാൻ അറിഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ OSCEയിലേക്ക് CAP പ്രോഗ്രാം മാറുകയാണെങ്കിൽ അത് സെയിം ആസ് ലെവൽ ഓഫ് UK എന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഇവിടെ അങ്ങനെ ഒരു എക്സാം എഴുതി ആരെങ്കിലും മീറ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അവരോട് അഭിപ്രായമൊക്കെ ചോദിച്ചിട്ട് അതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാം. ഓക്കെ. പിന്നെ കരിയർ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇവിടെ വലിയ ഓപ്ഷൻസ് ഇല്ല. നഴ്സ് പ്രാക്ടീഷണർ ആവാം അങ്ങനെയെങ്കിലും ഉണ്ട്. പക്ഷേ എനിക്കൊന്ന് UK കുറച്ചുകൂടി നല്ല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് പല കോഴ്സസ് സെലക്ട് ചെയ്യാനും പഠിക്കാനും ഡിഫറെൻറ്റ് പൊസിഷൻസ് വർക്ക് ചെയ്യാനുള്ള ഓപ്ഷൻസ് വളരെ കൂടുതലാണ് UK എന്ന് പറയുന്നത്.
പിന്നെ അതാണ് വേറൊരു കാര്യം എന്ന് പറയുന്നത്. പിന്നെ മെയിനായിട്ട് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് ഒരു സിറ്റി വൈബൊക്കെ ഫീൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ അധികം സിറ്റി വൈബ് അവിടെ വെച്ച് നോക്കുമ്പോൾ ഇല്ല. എങ്കിലും ഓക്ലാൻഡ്, ക്രൈസ്റ്റ് ചർച്ച് അങ്ങനെയുള്ളത് ബിഗ് സിറ്റീസ് ആണ് ഇവിടുത്തെ. അപ്പോൾ അതിൽ ഒരു ചെറിയ സിറ്റി വൈബ് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. പക്ഷേ UK എന്ന് വരുന്ന ഒരാൾക്ക് അത് വലിയ സിറ്റി വൈബായിട്ട് തോന്നില്ല. ഇപ്പം ഇവൻ ലണ്ടനിൽ താമസിച്ചില്ല എങ്കിൽ പോലും ഞാൻ UK ഡാർലിംഗ്ടൺ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. ഒരു 2.5 hour ട്രാവൽ ചെയ്യണമായിരുന്നു ട്രെയിനിൽ. സ്റ്റിൽ എനിക്ക് ആ ഒരു ഫീലിങ്സ് ഉണ്ടായിരുന്നു. ലൈക്ക് ഒരു സിറ്റി വൈബും ട്രാവൽ ചെയ്യുമ്പോഴൊക്കെ കാണുന്നതും എടുക്കുന്നതൊക്കെ ആയിട്ടുള്ള ഒരു ന്യൂ കാസിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് അടുത്തുള്ളൊരു സിറ്റി ആയിരുന്നു. അപ്പോൾ ആ ഒരു വൈബ് നമുക്ക് ഇവിടെ ഫീൽ ചെയ്യത്തില്ല. അപ്പോൾ റിമൈനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പാർട്ട് 2 അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. കുറച്ചേറെ കാര്യങ്ങളും കൂടെ കുറച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇതെല്ലാം എൻ്റെ ഒപ്പീനിയനാണ്, മറ്റുള്ളവർക്ക് വേറെ ഒപ്പീനിയൻ ആയിരിക്കും. പക്ഷേ ഞാൻ എൻ്റെ കാര്യം എൻ്റെ ഫ്രണ്ട്സ് കുറേ പേര് ചോദിച്ചായിരുന്നു, എങ്ങനെയുണ്ടടാ UK ആണോ നല്ലത്, ന്യൂസിലാൻഡ് ആണോ നല്ലത്, കുറേ പേര് മെസ്സേജ് ചോദിച്ചു. അപ്പോൾ അങ്ങനെ വെച്ചിട്ടാണ് ഞാൻ വിചാരിച്ചെങ്കിൽ പിന്നെ ഒരു വേറെ രീതിയിലൊരു വീഡിയോ ചെയ്യാറ്. അങ്ങനെയാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ പാർട്ട് 2 വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക.